Dear students, Plus 2 Computer Science Chapter 12 ICT and Society Part 2. കഴിഞ്ഞ ക്ലാസ്സിൽ ഐ സി ടിയുടെ സർവീസായ ഗവേണൻസിനെ കുറിച്ചും അതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആൻഡ് ദി ചലഞ്ചസ് ബെനിഫിറ്റ്സ് ആൻഡ് ദി യൂസ്ഫുൾ സൈഡ്സ് ഓഫ് ഗവേണൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഐ സി ടിയുടെ നെക്സ്റ്റ് സർവീസായ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് അതായത് ത്രൂ ഓൺലൈൻ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ടേം തന്നെയാണ് ബിസിനസ്. ആൻഡ് ബിസിനസ് ഈസ് ദ ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബൈ മീൻസ് ഓഫ് ICT അപ്ലിക്കേഷൻസ്. ബിസിനസ് ഇൻഫർമേഷൻസും അതിൻ്റെ റിലേഷൻഷിപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ത്രൂ ICT അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് ഇൻഫർമേഷൻസും റിലേഷൻഷിപ്പൊക്കെ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് എന്ന് പറയുക. ആൻഡ് ദി നെക്സ്റ്റ് ടൈം ബിസിനസ് ആൻഡ് കൊമേഴ്സ്, നമുക്ക് പലപ്പോഴും ഇത് സെയിം ആണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ബിസിനസ് മീൻസ് കൊമേഴ്സ് മീൻസ് ഇറ്റ് കവേഴ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഇവോൾവ് എക്സ്ചേഞ്ച് ഓഫ് മണി. കൊമേഴ്സിൽ എന്താണ് വരിക? എക്സ്ചേഞ്ച് ഓഫ് മണി, ആ ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് കൊമേഴ്സിൽ വരിക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് റണ്ണിങ് ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ആണ് ബിസിനസ്സിൽ വരിക. ലൈക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഒബ്റ്റൈനിങ് റോ മെറ്റീരിയൽസ് ഓർ ഗുഡ്സ് ആൻഡ് കസ്റ്റമർ എഡ്യൂക്കേഷൻ, ലുക്കിംഗ് ഫോർ സപ്ലൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ ബിസിനസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കൊമേഴ്സ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ? എല്ലാവരും ഓൺലൈൻ ആയിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. സോ എല്ലാവരും EPS എന്നുള്ളൊരു ടൈമായിട്ട് ഫെമിലിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് EPS, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, ഈസ് എ സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ആൻ ഓൺലൈൻ എൻവിറോൺമെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ എ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് maybe a credit card or a debit card, electronic check or a digital cash like that, and backed by a instrument backed by a bank and or an intermediary maybe ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബാങ്കിങ്. ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ്ങിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക? ബാങ്കിങ് ഓർ electronic banking is defined as the automated delivery of banking service directly to customers through an electronic channel, and facilities such as ATM, debit cards or credit cards, internet banking and core banking. It also help the transformation of traditional banking into banking. And the main advantages of business is it ഓവർകംസ് ദി ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് ഇറ്റ് ഓൾസോ റെഡ്യൂസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് 24/7 ആണ്. ഇറ്റ് ഓപ്പൺ ഫോർ all the time, and we can locate the product quicker from a wide range of choices. നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് റേഞ്ചിൽ നിന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. And there are some challenges for business, and there a good percentage of population is unaware of IT applications and its uses. Most of regular internet users also lack knowledge about online business and its possibilities. IT അപ്ലിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ യൂസിനെ കുറിച്ചും അറിയാത്ത ഒരുപാട് ജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെയുള്ള ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് വരെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നവർ വരെ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ചൊക്കെ നോളജ് കുറവായിട്ടുള്ളവരും ഉണ്ട്. And most of the customers, especially in the rural population, do not possess plastic money, credit card, debit card and net banking system which is necessary for business. ബിസിനസ്സിന് some facilities നമുക്ക് കമ്പൽസറി വേണം, ലൈക്ക് പ്ലാസ്റ്റിക് മണി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ് സിസ്റ്റം. ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, എസ്പെഷ്യലി ഇൻ ദി റൂറൽ ഏരിയ. സോ അവർക്കൊക്കെ ബിസിനസ് എന്നുള്ളത് യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് തന്നെയാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട്
used with caution. Customers may lose valuable information like their credit card, password, etc. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു യൂസേജ് അല്ല നമ്മളിത് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് സംഭവിക്കും? അവരുടേതായ ക്രെഡിറ്റ് കാർഡ് നമ്പർ, പാസ്വേഡ് അങ്ങനെയൊക്കെയുള്ള വാല്യുബിൾ ഇൻഫോർമേഷൻസ് ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് പ്രൊഡക്ട്സ് ലൈക്ക് അപ്പാരൽ, ഹാൻഡിക്രാഫ്റ്റ്സ്, jewelry, etc. are often purchased after examining physically, but in online shopping customers do not have this touch and feel advantage. നമ്മൾ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ നമ്മളൊരു പർച്ചേസിങ് ഇപ്പോൾ അപ്പാരലോ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളതൊക്കെ ഫിസിക്കലി നമ്മളൊന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ വാങ്ങാറ്. പക്ഷേ ഓൺലൈൻ ബിസിനസ്സിലാകുമ്പോൾ നമുക്ക് ആ ടച്ച് ആൻഡ് ഫീൽ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ബിസിനസ്സിൽ നമുക്ക് സാധിക്കില്ല. ആൻഡ് ഫോർ ദി സക്സസ് ഓഫ് ഈ ബിസിനസ് ഓഫ് organization or company, perfect and efficient shipping services is necessity. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ പർച്ചേസ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ളവരുടെ ഷിപ്പിങ്ങും അല്ലെങ്കിൽ ഒരു നമ്മുടെ ആവശ്യത്തിൻ്റെ സമയത്തുള്ളൊക്കെ എത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു നമ്മൾ അതിന് ശേഷം ആ ഒരു ഓൺലൈൻ സർവീസിനെ നമ്മൾ വീണ്ടും അപ്രോച്ച് ചെയ്യില്ല. സോ അത് ആ കറക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷിപ്പിങ്ങും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണം. അത് ഒരു ചലഞ്ച് തന്നെയാണ് ഈ ബിസിനസ് എന്നുള്ളത്. ഇനി ഈ ബിസിനസ്സിന് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള യൂസ്ഫുൾ വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് www.irctc.co.in. ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു വെബ്സൈറ്റാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ ഹോട്ടൽ അക്കോമഡേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു സൈറ്റ് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആമസോൺ. ആമസോൺ എന്തിനാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ആൻഡ് ഈബേയും ലാർജസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇന്ത്യയിലെ. ആൻഡ് LIC India.com എന്നുള്ളത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റാണ്. ആൻഡ് എയർ ഇന്ത്യ, ഓൺലൈൻ സൈറ്റ് ബുക്കിംഗ് ഫോർ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കേരള RTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓൺലൈൻ വെബ്സൈറ്റാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബുക്ക് മൈ ഷോ. നമ്മളെല്ലാവരും തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. ഫോർ മൂവീസ് ആൻഡ് തിയേറ്റർ ബുക്കിംഗ് വെബ്സൈറ്റ് ഈസ് bookmyshow.com. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് പഠിക്കുമ്പോൾ അവർക്ക് ഈ ബിസിനസ് ഉള്ളത് ഓൺലൈൻ ബിസിനസ് തന്നെയാണ്. അപ്പോൾ കൊമേഴ്സ് അതുപോലെ ഈ കൊമേഴ്സും ബാങ്കിങ്ങും നമ്മൾ ഈ ബിസിനസ്സും എന്താണെന്ന് നോക്കുക. അതുപോലെ ബാങ്കിങ്ങും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ചലഞ്ചസ് ആൻഡ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഓൾസോ ദി യൂസ്ഫുൾ വെബ്സൈറ്റ്സ് ഓഫ് ബിസിനസ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ദി നെക്സ്റ്റ് സർവീസ് ഈസ് ലേണിംഗ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലേണിംഗ് ത്രൂ, അതായത് ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ICT ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിനാണ് എന്ത് നമ്മൾ പറയുക ലേണിംഗ്. യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടേംഡ് ആസ് ലേണിംഗ്. ആൻഡ് ലേണിംഗ് ടൂൾസ്, നമുക്ക് ലേണിംഗ് ടൂൾസ് എന്താണെന്നൊക്കെ ഇനി നോക്കാം. First one is electronic book reader, that means e-books. Portable computer device that are loaded with the digital book content through a communication interface is called electronic book reader. പോർട്ടബിൾ, നമുക്ക് എവിടെ നിന്ന് വേണം ഒരു കമ്പ്യൂട്ടർ ഡിവൈസല്ല, പോർട്ടബിൾ കമ്പ്യൂട്ടർ ഡിവൈസാണ് ഒരു ബുക്ക് എന്നുള്ളത്. നമുക്കൊരു ഡിജിറ്റൽ ബുക്ക് കണ്ടൻറ്റ് അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ടാണത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസിലൂടെ ഒരു ഡിജിറ്റൽ ബുക്ക് കണ്ടൻറ്റ് ലോഡ് ചെയ്തിട്ടുള്ളൊരു പോർട്ടബിൾ കമ്പ്യൂട്ടർ ഡിവൈസാണ് ഇലക്ട്രോണിക് ബുക്ക് റീഡർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റൽ ഇൻഫർമേഷനാണ്. ടെക്സ്റ്റ് എന്ന് തന്നെ നമുക്ക് അതറിയാം. ടെക്സ്റ്റൽ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ എ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഈസ് കോൾഡ് ടെക്സ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് online chat. This is a real-time exchange of text message between two or more person over the internet. നമ്മളും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഓൺലൈൻ ചാറ്റിങ്ങിലൂടെ. അതായത് എന്താണ്, ഒന്നോ അതിലധികമോ ആൾക്കാരുമായിട്ട് പേഴ്സൺസുമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മൾ ചാറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഓൺലൈൻ ചാറ്റിംഗ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് കണ്ടന്റ്. This is the e-learning material that are delivered in different multimedia formats like videos, presentation, graphics, animations, etc. അതായത് നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അത് മേ ബി ഇൻ എ ഫോർമാറ്റ് ലൈക്ക് വീഡിയോ ഓർ മേ ബി ഇൻ എ പ്രസൻറ്റേഷൻ, ഗ്രാഫിക്സ്, ആനിമേഷൻ, ഇതിനെല്ലാമാണ് നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് ഇസ് എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ദെയർ ആർ ടെലികാസ്റ്റിംഗ് ഓർ വെബ്കാസ്റ്റിംഗ് ചാനൽസ് വിച്ച് ആർ ഡെഡിക്കേറ്റഡ്
ഫോർ ദി ലേണിംഗ് പർപ്പസ്. അതായത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള വെബ്കാസ്റ്റിംഗ് ചാനലാണ് എഡ്യൂക്കേഷണൽ TV ചാനൽ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ വിക്ടേഴ്സ് ചാനൽ എന്നുള്ളതിലൂടെ ഇത്രയും അധികം സ്റ്റുഡൻസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് വിക്ടേഴ്സ് ചാനൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എഡ്യൂക്കേഷണൽ TV ചാനൽ. ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ എല്ലാ സ്റ്റഡീസും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു കോവിഡ് എന്നുള്ളൊരു മഹാമാരി നമുക്കിപ്പോൾ നേരിടുന്ന ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ് ലേണിംഗ്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതായത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. It has an ability to offer course on variety of subjects to large number of students from a distant location. ലൊക്കേഷനിൽ നിന്ന് എത്രയോ സ്റ്റുഡൻസിന് നമുക്ക് ഈ ഒരു ലേണിങ്ങിലൂടെ പഠിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഏതൊരു സബ്ജക്റ്റ് വേണമെങ്കിലും. ആൻഡ് കോസ്റ്റ് ഫോർ ലേണിംഗ് ഈസ് മച്ച് ലെസ് ആൻഡ് ഇറ്റ് സേവ്സ് ജേർണി ടൈം. നമുക്ക് ജേർണി ടൈമും മണിയും ഇൻസ്ട്രക്ഷൻ ഫീസും ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ വെരി സപ്പോർട്ടഡ് ബൈ ദി ലോവർ കോസ്റ്റ് ഓഫ് ലേണിംഗ്. നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസും എല്ലാം നമുക്ക് ലോവർ കോസ്റ്റ്, പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ റിസോഴ്സ് ഉള്ള ജനങ്ങൾക്ക് വരെ ഈ ഒരു ലേണിംഗ് എന്നുള്ളൊരു ലേണിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ കോസ്റ്റിൽ തന്നെ എല്ലാ ലേണിംഗ് പർപ്പസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സസ് ഫ്രം വേരിയസ് നാഷണലി ഓർ ഇൻ്റർനാഷണലി റിപ്പോർട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇതായിട്ട് പറഞ്ഞത് തന്നെയാണ്, ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിൽ നിന്ന് എത്ര സ്റ്റുഡൻസിന് വേണമെങ്കിലും വെറൈറ്റി ഓഫ് കോഴ്സസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ 4th പോയിന്റും പറയുന്നത്, നാഷണലി ഓർ ഇൻ്റർനാഷണലി റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഓൺലൈനിലൂടെ കോഴ്സുകൾ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഇസ് നോട്ട് കൺസ്ട്രെയിൻഡ് ഫോർ ലേണിംഗ്. നമ്മളിപ്പോൾ ഒരു റെഗുലർ സ്കൂൾ ഡേ ആണെങ്കിൽ 10 to 4 അല്ലെങ്കിൽ 9 to 4 ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ലേണിംഗ് ആകുമ്പോൾ എന്താണ്, നമുക്ക് ഏത് ടൈമിലും ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ആൻഡ് വാട്ട് ആർ ദി ചലഞ്ചസ് ഓഫ് ലേണിംഗ്? ഫേസ് ടു ഫേസ് കോൺടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഒരു ഫേസ് ടു ഫേസ് കോൺടാക്ട് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഫേസ് ടു ഫേസ് കോൺടാക്ട് വേണം ഒരു ടീച്ചറായിട്ട് നിന്ന്. നമുക്കിവിടെ സാധ്യമല്ല, ഈ ലേണിങ്ങിൽ സാധ്യമല്ല. ആൻഡ് പ്രോപ്പർ ഇൻട്രാക്ഷൻ എമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ഓഫൺ ലിമിറ്റഡ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. അതായത് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്കിവിടെ സാധിക്കില്ല ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആൻഡ് ദി എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറും അതുപോലെ ഹൈ ഇൻ്റർനെറ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിതിന്. ആ ഒരു ഹൈ എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ആൻഡ് ഹൈ ഇൻ്റർനെറ്റ് റിക്വയർമെൻറ്റ് റെസ്ട്രിക്റ്റ് ദി അഡോപ്ഷൻ ഓഫ് ലേണിംഗ്. നമുക്ക് ലേണിങ്ങിൽ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് വേണ്ടിവരും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ലേണിംഗ് നമുക്ക് സാധ്യമായിരിക്കില്ല. ആൻഡ് ദി ലേണേഴ്സ് ഹു റിക്വയർ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ മെ നോട്ട് ബി സർവീസ് അഡിക്കേറ്റ്ലി. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിഫിക്കേഷൻ ആവശ്യം വരും, പക്ഷേ അത് മെ നോട്ട് ബി സർവീസിൽ അഡിക്കേറ്റ്ലി. ആൻഡ് ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ഈസ് റിയൽ ലബോറട്ടറി സിനാരിയോ ഈസ് ഓൾസോ കൺസ്ട്രെയിൻഡ് ഇൻ ലേണിംഗ്. നമുക്ക് തിയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ലബോറട്ടറി സിനാരിയോ ഒക്കെ ലേണിങ്ങിലൂടെ സാധ്യമായിരിക്കില്ല. ആൻഡ് വാട്ട് ആർ ദി യൂസ്ഫുൾ വെബ്സൈറ്റ്സ് ഓഫ് ലേണിംഗ്? ഫസ്റ്റ് വൺ ഈസ് www.ignuonline.ac.in. അതായത് ഇഗ്നു മീൻസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. വൺ ഓഫ് ദി ലീഡിംഗ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഓഫറിംഗ് വേരിയസ് കോഴ്സസ് ഇൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ മോഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് www.nptel.iitm.ac.in. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. അതാണ് NPTEL. ആൻഡ് ഈ കണ്ടൻ്റൊക്കെ അവർ വെബിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീഡിയോ ഫോർ ദേ ഓഫർ ദി കോഴ്സസ് ലൈക്ക് എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്ട്രീംസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് NCERT.nic.in. നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പലരും ഈ ഒരു സൈറ്റിലൂടെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. വെബ്സൈറ്റ്സ് ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻക്ലൂഡ്സ് മെനി റിസർച്ചേഴ്സ് സച്ച് ആസ് പ്രൊവൈഡിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും
നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വരെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് spoken_tutorial.org. അത് IITയുടെ ഒരു മുംബൈ IITയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ സൈറ്റ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ത്രൂ ദി സ്പോക്കൺ ട്യൂട്ടോറിയൽ. ഓൾ ഓഫ് ദി കോഴ്സസ് ആർ ഓഫേർഡ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആസ് ഇറ്റ് ഈസ് ഫണ്ട് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിലൂടെ നടത്തുന്ന എല്ലാ കോഴ്സുകളും ഫ്രീ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണത്. IIT മുംബൈ ആണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് w3schools.com. ഇതൊരു വെബ് ഡെവലപ്പർ ഇൻഫർമേഷൻ വെബ്സൈറ്റാണ് വിത്ത് ട്യൂട്ടോറിയൽ ആൻഡ് റെഫറൻസ് റിലേറ്റിംഗ് ടു വെബ് ഡെവലപ്മെൻറ്റ് ടോപ്പിക്സ് സച്ച് ആസ് HTML, CSS, JavaScript, PHP, SQL ആൻഡ് jQuery. ഈ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് അതായത് എങ്ങനെ ഒരു വെബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഒരു യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് w3schools.com എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് gzflearnfree.org. gzflearnfree.org എന്നുള്ളത് ഗുഡ്വിൽ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഈസി ടു ഫോളോ ലെസൺസ് ഇൻ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇംഗ്ലീഷ് ടു ഹെൽപ്പ് എനിവൺ എനിവർ ലേൺ സ്കിൽ ആൻഡ് ഗെയിൻ നോളേജ്. ഈ സബ്ജക്റ്റുകൾ മാത്രമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്സ്, സയൻസ്, അതുപോലെ ടെക്നോളജി, ഇംഗ്ലീഷൊക്കെ ഏതൊരാൾക്കും എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ആൻഡ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ ദി ഗുഡ്വിൽ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷനാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 3 സർവീസസാണ് ITC സർവീസസ്. ഫസ്റ്റ് വൺ ഈസ് ഗവേണൻസ്. ഗവൺമെൻറ്റിൻ്റെ അതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഓൺലൈനിലൂടെ ചെയ്യുന്നതാണ് ഗവേണൻസ് എന്നുള്ള സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റഡീസായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ലേണിങ്ങിൻ്റെ ചലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ആൻഡ് ഓൾസോ യൂസ്ഫുൾ ലേണിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ നോക്കി ലേണിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതോടുകൂടി ICTയുടെ സർവീസസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ 3 സർവീസസാണ് ഗവേണൻസ്, ബിസിനസ് ആൻഡ് ലേണിംഗ്. ആൻഡ് ബിസിനസ്സിൽ നമ്മൾ ഓൾറെഡി കൊമേഴ്സിനെ കുറിച്ചും ബാങ്കിങ്ങിനെ കുറിച്ചും, ദാറ്റ് മീൻസ് ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഓൾ ദീസ് ടോപ്പിക്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു സ്റ്റുഡൻസ്.